സോ 2026 F1 സീസണിലേക്ക് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ മെഴ്സിഡസും റെഡ് ബുള്ളും പുതിയ പവർ ട്രെയിൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരുടെ എഞ്ചിൻസിനെ ചുറ്റിപ്പറ്റി കുറച്ച് കോൺട്രവേഴ്സീസ് ഉണ്ട്. അതെന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. സോ കാറിൻ്റെ എഞ്ചിൻസിൽ IC എഞ്ചിൻസിൽ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. എക്സാമ്പിളായിട്ട് ഒരു എഞ്ചിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം പിസ്റ്റൻ TDSയിൽ നിന്ന് BDSയിലേക്ക് ട്രാവൽ ചെയ്തു. അപ്പം പിസ്റ്റൻ താഴെയുള്ളപ്പം ആ പിസ്റ്റൻ്റെ ടോപ്പും TDSയും തമ്മിലുള്ള ആ ഒരു വോളിയം ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പും പിന്നെ പിസ്റ്റൻ BDSയിൽ നിന്ന് TDSയിലേക്ക് ട്രാവൽ ചെയ്യുമ്പം ആ പിസ്റ്റൻ്റെ ഹെഡും അതായത് ടോപ്പും പിന്നെ TDSയും തമ്മിലുള്ള ചെറിയൊരു വോളിയം വ്യത്യാസം ഉണ്ടായിരിക്കും. ആ ചെറിയൊരു ഗ്യാപ്പിലേക്കാണ് എയർ ഫ്യൂവൽ മിക്സ്ചർ സ്പ്രേ ആവുന്നത്. അപ്പോൾ ഈ ഉണ്ടാകുന്ന ഗ്യാപ്പും പിന്നെ മുമ്പ് പറഞ്ഞ പിസ്റ്റൻ BDSയിലുള്ളപ്പം ഉള്ള വലിയ ഗ്യാപ്പും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഇപ്പം പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് അതിലേക്ക് കൂടുതലൊന്നും പോകണ്ട, ഇത്ര മാത്രം ഓർത്താൽ മതി. കൂടുതൽ കംപ്രഷൻ റേഷ്യോ ഉള്ളപ്പോൾ ഒത്തിരി പവർ ഉണ്ടായിരിക്കും. ഇനി കാര്യത്തിലേക്ക് വരാം. 2025 റെഗുലേഷൻ വരെ FIA ടീമുകൾക്ക് കൊടുത്തിരുന്ന കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് 18:1 ആണ്. പക്ഷേ അടുത്ത വർഷം ആയപ്പോഴത്തേന് ആ റെഗുലേഷൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തു. അതായത് ആ എഞ്ചിൻ്റെ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് 16:1 ആക്കി. ഇതെന്തിനാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ ടീംസൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്ക് ആ പുതിയ എൻജിൻസൊക്കെ ഒന്ന് മാനുഫാക്ചർ ചെയ്യാൻ എടുക്കാൻ വേണ്ടിയുള്ള ഈസിന് വേണ്ടിയാണ്. അപ്പോൾ റേസിനിടയിൽ ടീംസ് എങ്ങനെ അവരുടെ കാറുകളുടെ എൻജിൻസിൻ്റെ കംപ്രഷൻ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടി ഒരു ടെക്നിക്കുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേസ് കഴിഞ്ഞിട്ട് ആ എൻജിൻസിനെ റൂം ടെമ്പറേച്ചറിൽ അനലൈസ് ചെയ്ത് നോക്കും. എന്താണ് അനലൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോയുടെ ആദ്യമേ പറഞ്ഞില്ലേ, ആ ഒരു കംപ്രഷൻ റേഷ്യോ അത് അനലൈസ് ചെയ്യും. അപ്പോൾ ഈ കോൺട്രവേഴ്സി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഴ്സിഡസിൻ്റെ റെഡ് ബുൾസിൻ്റെ എൻജിൻസ് അത് വർക്ക് ചെയ്യുന്നതിനിടയിൽ അതിൻ്റെ ആ കംപ്രഷൻ റേഷ്യോ 16:1 നിന്ന് 18:1 വരെ പോകുന്നുണ്ട്. പക്ഷേ അത് റൂം ടെമ്പറേച്ചർ അനലൈസ് ചെയ്യുമ്പോൾ 16:1 ആണ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ എൻജിൻസിന് ഒരു 15 ഹോഴ്സ് പവർ എക്സ്ട്രാ കിട്ടും. അത് മാത്രമല്ല ലാപ്പ് ടൈമും കൂടും. അതായത് 0.3 to 0.4 സെക്കൻഡ്സ് ലാപ്പ് ടൈമും കൂടെ കിട്ടും. അപ്പോൾ ഇത് കണ്ടിട്ടാണ് മറ്റ് ടീമുകൾ ഫെറാറിയൊക്കെ ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ മെഴ്സിഡസ് റെഡ് ബുള്ളും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ റൂൾസിന് അഗേൻസ്റ്റ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. കാരണം FIAയുടെ പുതിയ റെഗുലേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഞ്ചിൻ്റെ കംപ്രഷൻ റേഷ്യോ 16:1 ആയിരിക്കണമെന്നാണ്. അത് റൂം ടെമ്പറേച്ചറിൽ അനലൈസ് ചെയ്യുമ്പോൾ മെഴ്സിഡസിൻ്റെ റെഡ് ബുള്ളിൻ്റെയും എൻജിൻസ് റൂം ടെമ്പറേച്ചർ അനലൈസ് ചെയ്യുമ്പോൾ 16:1 ആണ്. പക്ഷേ അപ്പോഴും നമുക്ക് ഫൈനലി പറയാൻ പറ്റത്തില്ല അടുത്ത വർഷവും മെഴ്സിഡസ് റെഡ് ബുള്ളും റൂം ഡോമിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഫെറാറി എൻജിൻസ് അത്ര ഡോമിനേഷൻ കാണത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം മെഴ്സിഡസിൻ്റെ റെഡ് ബുള്ളിൻ്റെ എൻജിൻസ് ഇൻ തിയറി, അതായത് പേപ്പറിലാണ് ആ ഒരു അഡ്വാൻറ്റേജ് കാണിക്കുന്നത്. അതായത് മെഴ്സിഡസ് റെഡ് ബുള്ളും അവരുടെ എൻജിൻസിനെ മാത്രം ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു ഔട്ട്കം കിട്ടിയത്. അതുമാത്രമല്ല അടുത്ത വർഷം കംപ്ലീറ്റ്ലി റെഗുലേഷൻസ് ചേഞ്ച് ചെയ്യുകയാണ്. കാറിൻ്റെ സൈസിലും ഷേപ്പിലും എയറോഡൈനാമിക്സിലും എല്ലാം മേജറായിട്ട് ചേഞ്ച് വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കാർ കംപ്ലീറ്റ്ലി അസംബിൾ ചെയ്യുമ്പം മേ ബി ആ ഒരു റീഡിങ് ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്.